നമസ്കാരം. പതിരും കതിരും. മര്യാദയില്ലാത്ത മാംസഭോജികളായ മാധ്യമപ്രവർത്തകരെ കൊണ്ട് പൊറുതിമുട്ടുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഇന്നലത്തെ ഒരു വാർത്ത കണ്ട് മൂക്കത്ത് വിരൽ വെച്ച മന്ത്രി MP രാജേഷ് പുതുവർഷം പിറന്നിട്ടും മൂക്കത്ത് നിന്നും കൈയെടുത്തിട്ടില്ല. എന്തൊരു മാധ്യമ പ്രവർത്തനമാണിത്! പ്രതിഭയുടെ മകൻ കനിവിൻ്റെ ഒരു കുസൃതിക്ക് കേസെടുത്ത എക്സൈസിലെ ഡെപ്യൂട്ടി കമ്മീഷണറെ മലപ്പുറത്തേക്ക് തട്ടിയ വാർത്ത കണ്ടാണ് രാജേഷ് മുക്രായിടുന്നത്. സ്ഥലം മാറ്റമെന്ന് പറയുന്നത് സാധാരണ നടപടി മാത്രമാണെന്നാണ് രാജേഷ് പറയുന്നത്. ഇത് വിവാദമാക്കുന്നത് മാധ്യമങ്ങളാണ്. എൻ്റെ പൊന്നു രാജേഷ് സാറേ, തിന്നുന്ന വായ കൊണ്ട് എന്തും പറയാം എന്ന് കരുതരുത്. വിരമിക്കാൻ 1 വർഷം മാത്രമുള്ള ഒരു ഉദ്യോഗസ്ഥനെ ആലപ്പുഴയിൽ നിന്നും മലപ്പുറത്തിന് തട്ടിയ നിങ്ങളുടെ സർവീസ് മര്യാദ അപാരം തന്നെയാണ്. നിങ്ങൾ പക പോക്കാൻ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യുമെന്ന് ബോധ്യപ്പെടുത്തിയയാളാണല്ലോ നവീൻ ബാബു. പ്രതിഭയുടെ മകൻ കഞ്ചാവ് വലിച്ചു കയറ്റിയാൽ കേസെടുക്കാൻ പാടില്ല. പുകയൂതാനുള്ള ഓമത്തണ്ട് ഓടക്കുഴലാക്കി ആ കുഞ്ഞിൻ്റെ ചുണ്ടിൽ വെച്ച് കൊടുക്കണമായിരിക്കും. കഞ്ചാവ് തൈലം നിറച്ച പാൽക്കുപ്പി എക്സൈസുകാർ വായിൽ ഇറ്റിച്ചു കൊടുക്കണമായിരിക്കും. തിരുവനന്തപുരം ജില്ലയിൽ നിയമനം ആവശ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ മലപ്പുറത്തേക്ക് മാറ്റിയ നിങ്ങളുടെ മാനവികത എല്ലാവർക്കും മനസ്സിലായി. നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയല്ലാത്ത കുറേ ഉദ്യോഗസ്ഥരെങ്കിലും ഈ നാട്ടിലുണ്ട്. അത്തരക്കാർ ചിലപ്പോൾ നിങ്ങളെ ഒറ്റ വായിലങ്ങ് അനുസരിക്കണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ മര്യാദകേട് കാണിച്ചിട്ട് അത് മാധ്യമങ്ങളിൽ വാർത്തയാകുമ്പോൾ അവരുടെ നെഞ്ചത്ത് കൊടി നാട്ടുന്നവരാണ് പിണറായി മുതൽ ഇനി താഴെയുള്ള സാദാ സഖാവ് വരെ. ഇപ്പോഴാ ഉദ്യോഗസ്ഥന് സംഭവിച്ചത് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. ഇനി അവിടെയിട്ട് അയാളെ മാനസികമായി പീഡിപ്പിക്കും, കയറെടുക്കാൻ പ്രേരിപ്പിക്കും. എന്നിട്ടും ചത്തില്ലെങ്കിൽ ആനുകൂല്യങ്ങൾ വാങ്ങി വീട്ടിൽ പോകാൻ സമ്മതിക്കാത്ത തരത്തിൽ കുരുക്കിയിടും. ചത്താൽ പറയും മാനസിക പ്രശ്നമാണെന്ന്. പ്രതിഭയുടെ മകനെ 9ാം പ്രതിയാക്കി എക്സൈസുകാർ കേസെടുത്തതോടെ മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന അവരുടെ വെല്ലുവിളി പൊളിഞ്ഞുപോയി. പിന്നെ മാധ്യമപ്രവർത്തകരുടെ ജാതിയും മതവും തിരിച്ച് കളിക്കാൻ തുടങ്ങി. ഈ പ്രസ്ഥാനത്തിനു വേണ്ടി കുഴലൂതി പിന്നാലെ നടന്ന മാധ്യമങ്ങൾക്ക് അതുതന്നെ വേണം. ചിലരെ തിരഞ്ഞുപിടിച്ച് വേട്ടയാടാൻ ഇറങ്ങിയപ്പോൾ അടുപ്പുകൾ ചർച്ച ഇരുന്നും കിടന്നും നടത്തി ആഹ്ലാദിച്ച മാധ്യമങ്ങൾക്കാണ് മാംസം തീനി പട്ടം പ്രതിഭ ചാർത്തി കൊടുത്തത്. ന്യായീകരണ തൊഴിലാളികളുടെ നിലവാരത്തിലേക്ക് ഒരു മന്ത്രി താഴുമ്പോൾ ജനം മൂക്കത്തും തലയിലും കൈവച്ചു പോകും. ഈ രാജേഷ് സാറും മറ്റു മന്ത്രിമാരുമൊക്കെ കരുതിയിരിക്കുന്നത് ഇവർ പ്രത്യക്ഷപ്പെടുമ്പോൾ ശിരസിന് ചുറ്റും ഒരു പ്രഭാവലയം കറങ്ങുന്നുണ്ട് എന്നാണ്. ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇങ്ങനെ വലയം കാണാൻ പോലും. ആ പൊന്നുമോനും സിൽബന്തികളും തകഴി പുലിമുഖം ചെട്ടിക്ക് സമീപം ചെയ്ത മാതൃകാ പ്രവർത്തനത്തെ അംഗീകരിച്ചു കൊടുക്കണം. കഞ്ചാവ് തൈലത്തെ കള്ള് പോലെ നല്ല പോഷകാഹാരമാക്കി സർക്കാർ പ്രഖ്യാപിക്കണം. തൻ്റെ പൊന്നു പിത്തളയായതിന് നാട്ടുകാരെ തെറി പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ പ്രതിഭയുടെ കുഞ്ഞിന് നൊന്താൽ സർക്കാരും പാർട്ടിയും കരയും. വിദ്യാഭ്യാസ വിചക്ഷണന്മാരായ നാട്ടിലെ സാറന്മാർ വരെ പ്രതിഭയുടെ കുഞ്ഞിനു വേണ്ടി കരഞ്ഞ മാധ്യമങ്ങളെ ശപിച്ചു. എക്സൈസുകാരുടെ കുൽസിത പ്രവൃത്തിയിൽ മനസ്സു തന്ന മകന് ഒരമ്മ കൊടുത്ത വാക്കാണ് ഈ ട്രാൻസ്ഫർ. എൻ്റെ കനിവിനെ തൊട്ട ഉദ്യോഗസ്ഥനെ 24 മണിക്കൂറിനകം സ്ഥലം മാറ്റിയില്ലെങ്കിൽ ഞാൻ മുടി കെട്ടില്ല എന്നോ മറ്റോ പ്രതിഭ രാജേഷിനോട് പറഞ്ഞു കാണും. കഞ്ചാവും കാപ്പയുമാണ് ഈ പാർട്ടിയുടെ ഐശ്വര്യം. അത് തെളിയിച്ച് അവരെ മാലയിട്ട് സ്വീകരിച്ച വനിതാ മന്ത്രിമാരുള്ള പാർട്ടിയാണിത്. കൊച്ചു പിള്ളേരൊരാഗ്രഹം പറഞ്ഞാൽ പറ്റുന്നതാണെങ്കിൽ അങ്ങ് സാധിച്ചു കൊടുക്കണം എൻ്റെ രാജേഷ് സാറേ.